നമസ്കാരം. Fortune Sunflower Oil IFA Utsavam co-powered by Gione Smartphone and Renault Weekend with Stars എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ശില്പ ഇന്ന് ഹൈദരാബാദിലെ ഏത് സ്ഥലമാണാവോ കണ്ടുപിടിച്ച് വന്നിട്ടുള്ളതെന്ന്. കണ്ടുപിടിക്കാനൊന്നും തന്നെ ഇല്ല, കാരണം ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രത്തിലാണ് ഞാനിവിടെ ഉള്ളത്. സോ ഇന്ന് ആരുടെ ഒപ്പമാണ് ഞാനുള്ളത്? ഹൈദരാബാദിൻ്റെ എല്ലാ മെട്രോപൊളിറ്റൻ സൈറ്റ്സും നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സ് ഏതാണ്, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞു. എന്നാൽ എല്ലാത്തിനും ഒരു നാടൻ ശൈലി വേണം, എല്ലാത്തിനും ഒരു നാടൻ ടച്ച് വേണം. നമ്മുടെ കേരളത്തിൽ നിന്ന് നാടൻ അല്ലെങ്കിൽ ഒരു മലയാളി അല്ലെങ്കിൽ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ മലയാളി മങ്ക എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന മുഖം ആരാ? അത് തന്നെ, യെസ്, കാവ്യ മാധവൻ. ഹൈദരാബാദിൽ വന്നിട്ട് ഇവിടെ ഐഫയുടെ ഈ ബഹളത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഒരല്പം നേരം ഭഗവാനെ ഒന്ന് തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ? എന്ത് പറയണു ഐഫയുടെ ഇപ്രാവശ്യത്തെ എക്സ്പീരിയൻസ്? ഐഫ എക്സ്പീരിയൻസ് വളരെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷം തന്നെയുണ്ട്. പിന്നെ ഹൈദരാബാദ് വരാൻ പറ്റി. തെലുങ്ക് ജപ്പാനൊക്കെ പഠിച്ചോ? ഇല്ല, ഏമണ്ടി ചപ്പണ്ടി മാത്രം അറിയാം, അത്ര കൂടുതലൊന്നും അറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അടുത്തൊരു പ്രധാനപ്പെട്ട അമ്പലം ഏതാണെന്നല്ലോ ഒന്ന് ചോദിക്കുമല്ലോ, അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളുള്ളത് ചിട്കൂർ ബാലാജി ടെമ്പിളിലാണ്. ഇത് വിസ ബാലാജി എന്നും അറിയപ്പെടും. അല്ല, അതുകൊണ്ടാണ് വന്നത്. വിസ കിട്ടാൻ എങ്ങോട്ടേക്കുള്ള വിസയാണ് ഇപ്പോ കവി ചേച്ചി ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എവിടെ ഒരു സ്ഥലം ഇപ്പം പോണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് പോണെന്ന് തോന്നുന്നത്? എനിക്ക് ഇപ്പൊ ഓസ്ട്രേലിയ പോകാൻ ഭയങ്കര, പക്ഷെ ഓസ്ട്രേലിയൻ വിസ ഉണ്ട് ഇപ്പൊ കയ്യിൽ, അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ വിസ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ മാറ്റിയിട്ട് വീണ്ടും എനിക്ക് വിസ ഒന്നും വേണ്ട, ഞാൻ നീലേശ്വരം തന്നെ പോയിക്കോളാന്ന് പറയുന്നത്. ഓക്കെ, ഓസ്ട്രേലിയ അല്ലാണ്ട് ഇതുവരെ പോവാത്ത ഒരു സ്ഥലം, പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? ഓസ്ട്രേലിയ അല്ലാണ്ട് എനിക്കങ്ങനെ കുറെ സ്ഥലമൊന്നും അറിയില്ല. എന്നാലും ഏതെങ്കിലും ഒരു സ്ഥലം എന്നെ കൗതുകം, എന്താ പറയാ, ഭയങ്കരമായിട്ട് എന്നെ അങ്ങോട്ടേക്ക് ആകർഷിച്ചിട്ടുണ്ടെന്ന് തോന്നിയത്? ചൈന പോയിട്ടുണ്ടോ? ചൈന മനസ്സിലായി, മുഖം കണ്ടപ്പോ മനസ്സിലായി. അല്ല, എന്നെ പലരും അങ്ങനെ പറയലുണ്ട്. അപ്പം പലരും എന്താ പറയാ, ചൈനക്കാരാണോ ജപ്പാനാണോ? ഞാൻ കൊറേ കാലത്ത് ആശ അങ്ങനെയല്ല. അമ്പാടിപ്പയ്യുകൾ മേയും കാണാ തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ. അപ്പൊ നമ്മൾ ഇന്ന് ബാലാജി ടെമ്പിളിന്റെ ഉള്ളിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് ചൈനയിലേക്ക് വിസ ആണല്ലോ, അത് അറൈവൽ ആയിരിക്കും അല്ലേ? എന്തായാലും ശരി, അതൊന്ന് പെട്ടെന്ന് കിട്ടിയാൽ മതി. ഒപ്പം ഐഫയില് നമ്മുടെ മലയാളം ഇൻഡസ്ട്രീനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം കാവ്യ മാധവന്റെ പെർഫോമൻസ് ആയിരിക്കണം ഏറ്റവും മികച്ച പെർഫോമൻസ് എന്നും കൂടെ ഞാനും പ്രാർത്ഥിക്കാൻ പോയാണ്. ഇതിനകത്ത് കയറി ഭയങ്കര ശക്തിയുള്ള ദൈവമാണ്. നമുക്ക് കയറി നോക്കാം. അമ്പലമൊക്കെ കണ്ട് വന്ന് എന്താ പറയാ, ഒരു നല്ല പ്രതീതിയിലിരിക്കാനല്ലേ? എന്ത് തോന്നുന്നു? അല്ല, അമ്പലം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ പറയാ, നമ്മളൊരു ഭാരം ഇറക്കി വെക്കുന്ന പോലെയല്ല. അമ്പലത്തിൽ പോവാന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു വിഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബല്ലേ നമുക്ക് കിട്ടുക. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നതിനെക്കാട്ടും കാവ്യചേച്ചിനോട് നമുക്ക് ഇങ്ങനെ നാട്ടിലെ ഭാഷ, എൻ്റെ കാഞ്ഞങ്ങാട് ഭാഷ, നീലേശ്വരം ഭാഷയിലെല്ലാം മിണ്ടാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, നാട്ടിൽ എവിടെയാണ് ഏറ്റവും പോകാൻ ഇഷ്ടം? നാട്ടിൽ ഞാൻ സ്ഥിരം പോകുന്നുണ്ടായത് നമ്മൾ നീലേശ്വരത്തിനുള്ള മന്നംപുറത്ത് കാവിലും തളിയിലമ്പലത്തിലും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ദിവസം എന്നുള്ള പോലെ പോകുന്ന സ്ഥലങ്ങളായിരുന്നു. അത്ര കണക്റ്റഡ് ആയിരുന്നു അത്.
എപ്പോഴും സ്ഥിരമായി പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഞാൻ എപ്പോഴും പറയും, ഞാൻ ശരിക്കും മുമ്പെല്ലാം പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ലിസ്റ്റ് എഴുതുന്ന പോലെ തന്നെ ആക്കുമായിരുന്നു. ഞാൻ ഒന്നും വിട്ടുപോയിക്കൂടെ, എനിക്കെല്ലാം വിട്ടുപോകും. അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം പറയണം, അമ്മേൻ്റെ കാര്യങ്ങളെല്ലാം പറയണം, ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം പറയണം. അങ്ങനെ ഇപ്പോൾ ഒരാളും കൂടി വന്നു, ചേട്ടന് കല്യാണം കഴിഞ്ഞു. അപ്പം അങ്ങനെ ഏറ്റവും ലാസ്റ്റ് എൻ്റെ കാര്യങ്ങൾ പറയും. പിന്നെ ഇപ്പം ഐഫൊക്കെ വന്നപ്പോൾ ഒന്ന് എക്സ്ട്രാ പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ആദ്യമായിട്ടാണ്, ഇതിന് മുന്നേ ഒന്ന് ഞാൻ വേറെ നമ്മളെ മലയാളം ഇൻഡസ്ട്രീൻ്റെ അവാർഡ് ഫംഗ്ഷനും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. അതുതന്നെ വളരെ കുറവേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഓൺ പ്രോഗ്രാംസ് എല്ലാം കൂടുതൽ പിന്നെയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വേറൊരു ലാംഗ്വേജിൽ വേറെ ആൾക്കാരുടെ മുന്നിൽ ചെയ്യുന്നു ഡാൻസ് എന്ന് പറയുന്നത് കുറച്ച് ടെൻഷനുള്ള കാര്യം തന്നെയാണ്. പ്രാക്ടീസിന് പോകാനുള്ള തിരക്കാണ് ഇപ്പൊ കവി ചേച്ചിക്ക്. സോ അതിന് മുമ്പ് നമ്മൾ എത്രയും പെട്ടെന്ന് കുറച്ച് റാപ്പിഡ് ഫയർ റൗണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. പെട്ടെന്ന് ഉത്തരം പറയാം. ആലോചിക്കാൻ തീരെ സമയം. ഓക്കെ, എളുപ്പം തന്നെയാണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ, കാവ്യമാധവന്റെ പേഴ്സിൽ ഇപ്പൊ എത്ര പണമുണ്ട്? ഒരു 500 റുപ്യ, ഒരു 1500 റുപ്യ. 2500 ഉണ്ടാവും. അത്രേ ഉണ്ടാവും. ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു മലയാള പാട്ട്? എന്റെ എല്ലാമല്ലേ എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ. മലയാളത്തിൽ അസൂയ തോന്നിയിട്ടുള്ള സിനിമ നടിയോ? അയ്യോ, കൊറേ ആൾക്കാരുണ്ട്. സേഫ് സൈഡ് സമപ്രായക്കാര് പറയണ്ട, വേണമെങ്കിൽ സീനിയേഴ്സിനെ പിടിക്കും. അസൂയ എന്ന് പറയാൻ പറ്റൂല അതിന്. നമുക്ക് എന്താ പറയാ, ഒരുപാട് നായിക പ്രാധാന്യമുള്ള സിനിമകളെല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ് സീമാൻറ്റി. അപ്പൊ അവരെല്ലാം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് നമുക്കൊന്നും ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ കംപ്ലീറ്റ് എപ്പോഴത്തെ സൂപ്പർ ഹീറോസ് ഉണ്ടാവുമ്പോഴും അവരെ മുന്നിൽ നിൽക്കുന്ന കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരാളിപ്പോ വരുന്നു, കാവ്യ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? അയാളെ ഭാഗ്യം പോലെ ഇരിക്കും പറയുന്ന ആളെ. കാവ്യമാധവന്റെ മൂഡ് പോലെയും ഇരിക്കും. അതാണ് എന്റെ മൂഡ് പോലെ ഇരിക്കും, അയാളെ ഭാഗ്യം പോലെ. എന്താ പറയാ, സൂക്ഷിച്ചും കണ്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് പോവാം. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ആരും. അങ്ങനെ പെട്ടെന്ന് വന്നിട്ടൊന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് മെസ്സേജ് അതെല്ലാം ഉണ്ട്. അത് എപ്പോഴും ഉണ്ടാവും. ക്വിക്ക് റിയാക്ഷൻ എന്താണ്? ഇഗ്നോർ ചെയ്യും. അപ്പം ഇത്രയും സൂപ്പർ ആയിട്ടുള്ള എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു എനിക്കും അതുപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മ ഇപ്പം ഈടുന്ന് കീഞ്ഞ് പറയാൻ സ്റ്റേജിലേക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച് കാവ്യ ചേച്ചി ഫോർ യുവർ ടൈം. താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ടുഡേ. So that was Kavya Madhavan for you for the Weekend with Stars.